നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മലപ്പട്ടം കലുഷിതം. ഗാന്ധി ഛായാചിത്രം പോലും CPM-ന് അസഹിഷ്ണുതയുണ്ടാക്കുന്നതായി മാർട്ടിൻ ജോർജ്. മോദിയെ സന്തോഷിപ്പിക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം. ഗാന്ധി നിന്ദക്കെതിരെ ഉപവാസം നടത്തുമെന്ന് സംയുക്ത പത്രസമ്മേളനത്തിൽ മാർട്ടിൻ ജോർജും വിജിൻ മോഹനും. മലപ്പട്ടം വിഷയത്തിൽ പ്രതികരണവുമായി CPM. നടന്നത് ഗുണ്ടാ സംഘത്തിന്റെ തേർവാഴ്ചയെന്ന് KK രാഗേഷ്. ചെയ്യുന്ന പണിക്ക് മറുപടി നൽകാൻ അറിയാം. സമാധാനം നിലനിർത്തുക മാത്രമാണ് പാർട്ടി ലക്ഷ്യമെന്നും KK രാഗേഷ്. അഭ്യസ്തവിദ്യർക്ക് തൊഴിലവസരം ഒരുക്കി ചേംബർ തൊഴിൽമേള 17-ന് 1000-ലധികം പേർ പങ്കെടുക്കും. സ്പോട്ട് രജിസ്ട്രേഷനും സൗകര്യവും ഒരുക്കി അധികൃതർ. അവസരം നേടാൻ കഴിയാത്തവർക്ക് കോളേജ് ഓഫ് കൊമേഴ്സിന്റെ സൗജന്യ പരിശീലനവും. വാർത്തകൾ വിശദമായി. കണ്ണൂർ മലപ്പട്ടം അടുവാപ്പുറത്ത് കോൺഗ്രസ് പുനർനിർമ്മിക്കുന്ന സ്തൂപം വീണ്ടും തകർത്തു. മലപ്പട്ടത്തേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നയിക്കുന്ന ജനാധിപത്യ അതിജീവന യാത്രയെ തുടർന്ന് CPIM യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സ്തൂപം തകർത്തത്. CPIM പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. സംഘർഷം ഒഴിവാക്കാൻ പോലീസ് സുരക്ഷ ഒരുക്കി. നേരത്തെ ഉണ്ടായ സ്തൂപം CPIM പ്രവർത്തകർ തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പട്ടത്ത് പദയാത്ര നടത്തിയത്. അതേസമയം മലപ്പട്ടത്ത് കോൺഗ്രസ് ബോധപൂർവം അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് CPIM വൈകിട്ട് പ്രതിഷേധ പൊതുയോഗം വിളിച്ചു ചേർത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഗാന്ധി ഛായാചിത്രം പോലും കണ്ടാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന RSSകാരെക്കാളും അന്ധതയുള്ളവരാണ് മലപ്പട്ടത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ അക്രമത്തിന് പിന്നിലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംയുക്തമായി വിളിച്ച പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. അസഹിഷ്ണുതയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. ഗാന്ധി നിന്ദക്കെതിരെ 21-ന് ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കണ്ണൂർ കലക്ടറേറ്റ് പരിസരത്ത് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൽ മോഹനും ഉപവാസം അനുഷ്ഠിക്കുമെന്ന് ഇരുവരും DCCയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗാന്ധി നിന്ദ നടത്തിയവർക്കെതിരെ പ്രതിഷേധിക്കാൻ പോലും അവസരമില്ല എന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് നേരത്തെ അനുമതി വാങ്ങി നടത്തിയ പരിപാടിക്കിടെ CPM പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. തുടർന്ന് യൂത്ത് കോൺഗ്രസുകാരോട് പിരിഞ്ഞു പോകാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. CPMകാർ അക്രമം കാട്ടുന്നതിന് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാർ അവിടെ പ്രതിഷേധ യോഗം ചേർന്നത്. ആ പ്രതിഷേധ യോഗത്തിലേക്ക് കല്ലുകൾ എടുത്ത് എറിഞ്ഞത് നിങ്ങൾ കണ്ടതാണ്. ആ കല്ലെറിയുന്നത്, ആ കല്ല് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഫോട്ടോ അടക്കം നിങ്ങളൊക്കെ കണ്ടതാണ്. അവിടെ ഫോട്ടോ അടക്കം എവിടെയുണ്ട്. ഷിനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇതാ മാരകമായ കമ്പിയും ആയുധങ്ങൾ ഇരിക്കുന്നു. അതുപോലെ ലോക്കൽ സെക്രട്ടറി സജിത്ത് ഉൾപ്പെടെയുള്ളവരാണ് അന്ന് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത്. ഗാന്ധിയുടെ പ്രതിമ തകർത്തിട്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം പോലും നടത്താൻ വിടില്ല എന്ന് പറയുന്നത് ഇത് എവിടുത്തെ ന്യായമാണ്? ഞങ്ങൾ അതിൽ അവിടെ അതിനുശേഷം ഞങ്ങൾ അവിടെ സ്തൂപം കെട്ടുമെന്ന് പറഞ്ഞു. സ്തൂപത്തിൻ്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നടത്തി, കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം അവിടെ രാഹുൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുലിൻ്റെ പദയാത്ര, ആ പദയാത്ര ഈ നടന്ന സ്ഥലത്തുനിന്ന് മലപ്പട്ടത്തേക്ക് പദയാത്ര നടത്തി. ആ പദയാത്രയെ അവരുടെ ഓഫീസിൻ്റെ അടുത്തെത്തുമ്പോൾ പദയാത്രയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നു. കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെയുള്ളവ എടുത്തെറിയുന്നു. മാരകമായ അക്രമങ്ങളാണ് അവിടെ നടത്തിയത്. KPCCയുടെ പ്രസിഡന്റ് പ്രസംഗിക്കുന്ന മുൻ പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള K. സുധാകരൻ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ അക്രമം അഴിച്ചുവിടുന്നു. ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? എന്നിട്ട് അവർ ഇന്നലെ രാത്രിയിൽ അവർ പറഞ്ഞത് ഞങ്ങളല്ല അക്രമം നടത്തിയത്, അത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് അക്രമം നടത്തിയതെന്ന് പറയും. ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീടിന് നേരെയുണ്ടായ അക്രമത്തെയും തുടർന്ന് സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലും CPMന്റെ ഭാഗത്തു നിന്നും കിരാതമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ പറഞ്ഞു. ഇതിനെതിരെ മെയ് 21-ന് കലക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുമെന്നും DCC പ്രസിഡന്റ് അറിയിച്ചു. അധികാരം കൈയാളുന്ന പിണറായി വിജയൻ കേരളത്തിൽ CPMനെ RSSനേക്കാൾ കൂടുതൽ ഗാന്ധി വിരോധം പ്രകടിപ്പിച്ച് മോദിയെയും BJPയെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. അതേസമയം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു.
50 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും 25 CPIM പ്രവർത്തകർക്കെതിരെയുമാണ് മയിൽ പോലീസ് കേസെടുത്തത്. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അടുവാപ്പുറത്ത് കോൺഗ്രസ് നിർമ്മിച്ച ഗാന്ധി രക്തസാക്ഷി സ്തൂപം നേരത്തെ തകർത്തിരുന്നു. യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി PR സനീഷിന്റെ വീടിന് നേരെ ആക്രമണവും നടന്നു. തകർത്ത സ്തൂപത്തിന് പകരം പുതിയ സ്തൂപം നിർമ്മിക്കുന്നതിനായി K. സുധാകരൻ തറക്കല്ലിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നയിക്കുന്ന ജനാധിപത്യ സംരക്ഷണ യാത്രയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. ജാഥ മലപ്പുറം ടൗണിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്. പോലീസ് ഇടപെട്ട് ഇരുവിഭാഗങ്ങളെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വാക്കേറ്റവും തുടർന്ന് സംഘർഷവും ഉണ്ടാവുകയായിരുന്നു. സംഘർഷത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റു. CPIM ഓഫീസിന്റെ ചില്ല് തകർന്നു. CPIM പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. കഴിഞ്ഞയാഴ്ച മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കുകയും ഗാന്ധി സ്തൂപം തകർക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥയും സമ്മേളനവും നടത്തിയത്. ജാഥയ്ക്കിടെയും സമ്മേളനത്തിന് ശേഷവും സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേരത്തെ അനുമതി വാങ്ങി നടത്തിയ പരിപാടിക്കിടെ CPIM പ്രവർത്തകരാണ് ആക്രമണം ഉണ്ടാക്കിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്കാരോട് പിരിഞ്ഞു പോകാനാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നും CPIMകാർ അക്രമം കാട്ടുന്നതിന് യൂത്ത് കോൺഗ്രസ്കാർ എന്തിനാണ് പിരിഞ്ഞു പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിലൊരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മലപ്പട്ടം കലുഷിതം. ഗാന്ധി ഛായാചിത്രം പോലും CPMന് അസഹിഷ്ണുതയുണ്ടാക്കുന്നതായി മാർട്ടിൻ ജോർജ്. മോദിയെ സന്തോഷിപ്പിക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം. ഗാന്ധി നിന്ദക്കെതിരെ ഉപവാസം നടത്തുമെന്ന് സംയുക്ത പത്രസമ്മേളനത്തിൽ മാർട്ടിൻ ജോർജും വിജിൻ മോഹനും. മലപ്പട്ടം വിഷയത്തിൽ പ്രതികരണവുമായി CPM. നടന്നത് ഗുണ്ടാ സംഘത്തിന്റെ തേർവാഴ്ചയെന്ന് KK രാഗേഷ്. ചെയ്യുന്ന പണിക്ക് മറുപടി നൽകാൻ അറിയാം. സമാധാനം നിലനിർത്തുക മാത്രമാണ് പാർട്ടി ലക്ഷ്യമെന്നും KK രാഗേഷ്. അഭ്യസ്ത വിദഗ്ധർക്ക് തൊഴിലവസരമൊരുക്കി ചേംബർ തൊഴിൽമേള 17-ന് 1000-ലധികം പേർ പങ്കെടുക്കും. സ്പോട്ട് രജിസ്ട്രേഷനും സൗകര്യവും ഒരുക്കി അധികൃതർ. അവസരം നേടാൻ കഴിയാത്തവർക്ക് കോളേജ് ഓഫ് കൊമേഴ്സിന്റെ സൗജന്യ പരിശീലനവും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ യൂത്ത് കോൺഗ്രസ് ഗുണ്ടാ സംഘത്തിന്റെ തേർവാഴ്ചയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്.
ആക്രമണം ആസൂത്രിതമായി നടന്നതാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു അഴിഞ്ഞാട്ടമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഗുണ്ടാസംഘങ്ങളെ ജാഥയുടെ പിന്നിൽ വിന്യസിച്ചിരുന്നെന്ന് കെ രാഗേഷ് കൂട്ടിച്ചേർത്തു. ജാഥ നടത്തുന്നതിന് ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ജാഥ നടത്തുമ്പോൾ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാഥയുടെ പിന്നിൽ ഒരുക്കി തയ്യാറാക്കി നിർത്തി. ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ചു. പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണെന്ന് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. നിങ്ങൾ ആ മുദ്രാവാക്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. കേട്ടല്ലോ, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല. ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ തങ്ങളാണെന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ. ഇതുവരെ പറഞ്ഞ് ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. എരന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കൃത്യമായി പറയുകയാണ്, യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക. എന്നിട്ട് പറയുന്നത് എവിടെ വെച്ചാ? മലപ്പട്ടെന്ന് പറഞ്ഞാൽ ധീരജിൻ്റെ നാട്ടിൽ നിന്ന് അധിക ദൂരമുള്ള സ്ഥലമല്ല മലപ്പട്ടം. ആ മലപ്പട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല KPCCയുടെ മുൻ അധ്യക്ഷനും DCCയുടെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും. പ്രകോപനമില്ലാതെയാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത്. ജാഥയുടെ പിൻനിരയിൽ ഗുണ്ടാസംഘങ്ങളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചത്. ധീരജിനെ തങ്ങൾ കുത്തിക്കൊലപ്പെടുത്തിയതാണെന്ന് യൂത്ത് കോൺഗ്രസ് സമ്മതിച്ചുവെന്നും പ്രദേശത്ത് ആസൂത്രിതമായി കലാപമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും കെ രാഗേഷ് ആരോപിച്ചു. അതേസമയം മലപ്പട്ടത്ത് യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു യൂത്ത് കോൺഗ്രസ് അക്രമമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. ആസൂത്രിതമായി ഉണ്ടാക്കിയ സംഘർഷമാണത്. മലപ്പട്ടത്ത് ഇതര രാഷ്ട്രീയ പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് തെറ്റായ പ്രചരണമാണ്. ചെയ്യുന്ന പണിക്ക് മറക്കാത്ത തരത്തിൽ മറുപടി നൽകാൻ അറിയുന്ന പ്രസ്ഥാനമാണ് CPI എന്നും രാഗേഷ് പറഞ്ഞു. സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നും രാഗേഷ് കൂട്ടിച്ചേർത്തു. മലപ്പട്ടത്തല്ലേ ഉണ്ടാകുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിക്ക് പ്രവർത്തിക്കുന്നതിന് ഈ കേന്ദ്രങ്ങളിലൊന്നും ഒരു തടസ്സവും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കിട്ടുന്നില്ല, അതുകൊണ്ട് അയാളെ ഞങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണിയല്ല. എന്നിട്ട് അത്തരം കേന്ദ്രങ്ങൾ പാർട്ടി ഗ്രാമങ്ങളാണ് എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളെ ആക്രമിച്ച് CPIMനെ കരിവാരി തേക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കമാണത്. അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ. അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ്സാണ്. അനാവശ്യമായ പ്രകോപനം 6-ാം തീയതി സൃഷ്ടിക്കുകയായിരുന്നു. ആ പ്രകോപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ചില സംഭവങ്ങളുണ്ടായത്. ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണ്. ആ ആസൂത്രണം ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിനായി കർശനമായ നടപടി സ്വീകരിക്കണം. ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും മൂത്ത കോൺഗ്രസിൻ്റെയും പ്രകോപനമുണ്ടാക്കാനുള്ള കെണിയാണ്. നാടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള കെണിയാണ്. ആ കെണിയിൽ വീണു പോകരുത്. ആ കെണിയിൽ വീണു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് CPIMൻ്റെ കണ്ണൂർ ജില്ലയിലെ 2 ഉന്നത നേതാക്കൾ സഖാവ് ഗോവിന്ദമാഷും അതുപോലെ തന്നെ PV ഗോപിനാഥും ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തി ജനങ്ങളെ അവിടെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ
നല്ല കരുത്തോടെ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ടാണ്, ഞങ്ങൾ പക്വത കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇമാതിരി ചപ്പടി വിദ്യകളിൽ നിന്ന്, ഇമാതിരി പ്രകോപനം ഉണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം. ജനങ്ങൾ ഈ പ്രകോപനങ്ങളിൽ വീഴരുത് എന്നുകൂടി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകറ്റാം അകലാം ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ശില്പശാലയും സംഘടനയിലേക്ക് അംഗത്വമെടുത്ത നവാഗതർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. കണ്ണൂർ പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP പ്രജീഷ് തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പം നമ്മൾ ആ ഉൽപാദനത്തിന്റെ ആ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2664 മെട്രിക് ടൺ വരുന്ന കൊക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2664 കോടി ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന കൊക്കൈനാണ്. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്ത് പോലും 130 കോടിയിൽ പരം ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിനേക്കാൾ എത്ര ഭീമമായ രീതിയിലുള്ള അളവിലുള്ള ഒരു കൊക്കൈൻ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അപ്പൊ അവിടെയാണ്, ആ രാജ്യത്താണ് ഇതിനെതിരെയുള്ള വാർ ഓൺ ഡ്രഗ്സ് നടത്തുന്ന ഒരു രാജ്യം. അപ്പൊ അത്രത്തോളം ഭീകരമാണ്. വർഷങ്ങളായിട്ട് ഈ മാഫിയകൾ, ലഹരി മാഫിയകൾ തമ്മിലുള്ള യുദ്ധങ്ങളും അവർ തമ്മിലുള്ള കലാപങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. KPPA ജില്ലാ പ്രസിഡന്റ് OV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കൂത്തുപറമ്പ് ACP M കൃഷ്ണൻ മുഖ്യാതിഥിയായി. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി വൈസ് പ്രസിഡന്റ് KC സുഗേഷ് ശില്പശാല നയിച്ചു. KV മുഹമ്മദ് അഷ്റഫ്, KPPA ജില്ലാ സെക്രട്ടറി M ഗോവിന്ദൻ, ട്രഷറർ P രവി, KPOA കണ്ണൂർ സിറ്റി സെക്രട്ടറി K രാജേഷ്, പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് T പ്രജീഷ് എന്നിവർ സംസാരിച്ചു. K രാജൻ, K മഹേഷ് കുമാർ, EV രാജേന്ദ്രൻ, KM നാരായണൻ, മേഖലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലയിലെ പ്രധാന സഹപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. രാവിലെ സ്വന്തം സഹോദരനെ ചേർത്ത് പിടിച്ച് ആ സഹോദരന്റെ നെറ്റിയിരുമ്പ് കൊടുത്ത് ആ സഹോദരന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ആ അഫാൻ 23 വയസ്സുകാരൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആദ്യം ചുറ്റിക എടുത്തടിക്കുന്നത് രാവിലെ ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള സഹോദരന്റെ മുഖത്തേക്കാണ്. എന്തേ നമ്മുടെ നാട്ടിലെ മക്കൾ ഇങ്ങനെയാവുന്നത്? 6 പേരെയാണ് ആ ഉമ്മ പെറ്റുമ്മയെ ചുറ്റികയടിച്ച് ഒരു പ്രയാസവും എടുത്ത് ഒരു പ്രയാസവും ഇല്ലാത്ത മുഖത്ത് നോക്കി അടിക്കാൻ കഴിയുന്നവരായി നമ്മുടെ നാട്ടിലെ കുട്ടികൾ മാറുക. മാവിലായി പൊതുജന വായനശാല ആൻഡ് മൊയ്തു മെമ്മോറിയൽ ലൈബ്രറിയും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന് എഴുത്തുകൂട്ടം വായനക്കൂട്ടം പെരളിശ്ശേരി പഞ്ചായത്ത് തല ശില്പശാല പൊതുജന വായനശാലയിൽ നടത്തി. ജനു ആയിച്ചങ്കണ്ടി ഉദ്ഘാടനം ചെയ്തു. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉത്തരം കിട്ടി അടുത്ത ഫോണിൽ വിളിച്ചു കൊടുത്താൽ മതി. നമ്മളിത് വലിയ വളർച്ച എന്ന് വിചാരിക്കുക. ഇത് വളർച്ചയാണോ? മറിച്ച് ഈ ഒരു ചോദ്യം വന്നപ്പോൾ നമ്മൾ പുസ്തകത്തിലേക്കാണ് പരന്നതെന്നെങ്കിലോ പുസ്തകത്തിൽ അതിന്റെ അപ്പുറവും ഇപ്പുറമുള്ള 1-2 കാര്യങ്ങൾ കൂടി ഇവിടെ കാണുകയോ വായിക്കുകയോ ചെയ്യും. ഇത് മാറ്റാണ്. അർത്ഥം കിട്ടാൻ ഒരു ഡിക്ഷണറി വരുമ്പോൾ എന്താ ഗുണം? ഗൂഗിൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ഡിക്ഷണറി എടുത്തിട്ട് ഒരു പദം കിട്ടിയിട്ട് ടൈപ്പ് ചെയ്ത അപ്പം അതിന് അർത്ഥം കിട്ടി. അതിന്റെ അർത്ഥം മാത്രമേ വേറെ അർത്ഥം ഉണ്ടാവൂല. AV ഗംഗാധരൻ അധ്യക്ഷനായി. KV ജയരാജ് പദ്ധതി വിശദീകരിച്ചു. TK രാജൻ, PV സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കണ്ണൂർ സർവകലാശാലയും കേരള ഡെവലപ്മെന്റ് ഇന്നവേറ്റീവ് സ്ട്രാറ്റജിക് കൗൺസിലും സംയുക്തമായി മെയ് 17 ചേംബർ ഹാളിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് TK രമേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ KK സാജു തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യും. 100-ലധികം തൊഴിൽദാതാക്കളും 1000-ൽ കൂടുതൽ തൊഴിൽ അന്വേഷകരും മേളയിൽ പങ്കെടുക്കും. അഭ്യസ്തവിദ്യരായ യുവതി-യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അവസരമൊരുക്കുക, വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിൽദാതാക്കൾക്ക് അവർക്ക് അനുയോജ്യമായ കഴിവും നൈപുണ്യവുമുള്ള തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിന് അവസരമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ്
നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കണ്ണൂർ സർവകലാശാലയും കേരള ഡെവലപ്മെന്റ് ഇന്നവേറ്റീവ് സ്ട്രാറ്റജിക് കൌൺസിലും സംയുക്തമായി മെയ് 17 ചേംബർ ഹാളിൽ തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ വിജ്ഞാന കേരളവും കൂടി സംയുക്തമായിട്ടാണ് തൊഴിൽമേള നടത്തുന്നത്. ഈ തൊഴിൽമേള ഉദ്ദേശം തന്നെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ നൽകുവാനും അവസരമൊരുക്കുക, അതുപോലെ തന്നെ വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിൽ ദാതാക്കൾക്ക് അവർക്ക് അനുയോജ്യമായ നൈപുണ്യമുള്ള തൊഴിലാളികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണ് ഈ തൊഴിൽമേളയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 100ഓളം എംപ്ലോയേഴ്സ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 1000-ത്തിലധികം നമ്മളവിടെ രജിസ്ട്രേഷൻ നടന്നു. കുട്ടികൾ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. തൊഴിൽ അന്വേഷകരെന്ന് നമുക്ക് പറയാം. അങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷത്തെ തൊഴിൽമേള മെയ് 17 ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു തൊഴിൽമേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ KK സാജു തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 100-ലധികം തൊഴിൽദാതാക്കളും 1000-ൽ കൂടുതൽ തൊഴിൽ അന്വേഷകരും മേളയിൽ പങ്കെടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചേംബർ സ്കിൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനും ഓണററി സെക്രട്ടറിയുമായ C. അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് സച്ചിൻ, സൂര്യകാന്ത് മുഖേച്ച എന്നിവർ സംസാരിക്കും. തൊഴിൽമേളയിൽ പങ്കെടുത്ത് തൊഴിൽ നേടാൻ കഴിയാതെ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് സ്കിൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യമായി ആവശ്യമായ പരിശീലനം നൽകി തൊഴിൽ കമ്പോളത്തിൽ അവരെ സ്വീകാര്യതയുള്ളവരും നൈപുണ്യമുള്ളവരുമാക്കി മാറ്റുകയെന്നതാണ് ചേംബർ ലക്ഷ്യമിടുന്നതെന്നും തൊഴിൽ അന്വേഷകർക്ക് സ്പോട്ട് രജിസ്ട്രേഷനും സൌകര്യവും ലഭ്യമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ജോബി K. ജോസ്, ചേംബർ ഓണററി സെക്രട്ടറി C. അനിൽകുമാർ, ഹനീഷ് വാണിയങ്കണ്ടി എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. വേനൽ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 19 കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ട് ആയിരിക്കും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് കനത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജില്ലയിൽ വ്യാപകമായി വേനൽ മഴ പെയ്തു തുടങ്ങിയത്. വൈകുന്നേരത്തോടുകൂടി ഇടിയോടുകൂടിയ മഴയാണ് പല ജില്ലകളിലും രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ കനത്തേക്കുമെന്ന മുന്നറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും പുറത്തുവന്നു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 19-ാം തീയതി എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കക്കാട് ശ്രീ ഷിർദി സായിബാബ മന്ദിരം 20ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. രാവിലെ കണ്ണൂർ സായി സിംഫണി ഭജൻ ഗ്രൂപ്പിന്റെ സംഗീതാരാധന അരങ്ങേറി. ഉച്ചക്ക് അന്നദാനവും നടന്നു. പരബ്രഹ്മസ്വരൂപവും സച്ചിദാനന്ദ ഗുരുവുമായ ശ്രീ ഷിർഡി സായിബാബയുടെ 20ാം പ്രതിഷ്ഠാ വാർഷിക ദിനാഘോഷമാണ് നടന്നത്. രാവിലെ 6 മണിക്ക് മംഗളസ്നാനം, സായി അലങ്കാരം, പ്രഭാത ആരതി, സായി അഷ്ടോത്തരം എന്നിവ നടന്നു. രാവിലെ 10 മണിക്ക് കണ്ണൂർ സായി സിംഫണി ഭജൻ ഗ്രൂപ്പിന്റെ സംഗീതാരാധന അരങ്ങേറി. ഉച്ചയ്ക്ക് മധ്യാഹ്ന ആരതി, ശേഷം അന്നപ്രസാദം എന്നിവയും നടന്നു. 5 മണിക്ക് നാമജപ ഭജനം, ചുറ്റുവിളക്ക്, സായംകാല ആരതി എന്നിവയും നടന്നു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിയതായി കണ്ടെത്തി. മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തള്ളിയതിന് 3 കേസുകളിലായി 5000 രൂപ വീതം പിഴ ചുമത്തി. ശ്രീലക്ഷ്മി ഓട്ടോ ഗാരേജ്, പ്രോസ്പെരിറ്റി ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡ്, മയിൽ കാര്യമ്പറമ്പിലെ സ്വകാര്യ വ്യക്തി എന്നിവർക്കാണ് പിഴ ചുമത്തിയത്. മാലിന്യങ്ങൾ തിരികെയെടുത്ത് ശാസ്ത്രീയമായി സംസ്കരിക്കാനും നിർദ്ദേശം നൽകി.
മയിൽ കാര്യറമ്പ് റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ചാക്കുകളിലും അല്ലാതെയും നിരവധി മാലിന്യങ്ങൾ തള്ളിയത് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥലമുടമയ്ക്ക് സ്ക്വാഡ് 5000 രൂപ പിഴ ചുമത്തി. ശ്രീലക്ഷ്മി ഓട്ടോ ഗാരേജ് എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ ഈ സ്ഥലത്ത് തള്ളിയതിന് സ്ഥാപനമുടമയ്ക്കും സ്ക്വാഡ് 5000 രൂപ പിഴ ചുമത്തുകയും മാലിന്യങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് ഉടൻ തന്നെ എടുത്തു മാറ്റിക്കുകയും ചെയ്തു. സ്ക്വാഡ് പ്രോസ്പെരിറ്റി ഫുഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തള്ളുന്നതായി കണ്ടെത്തി. മാലിന്യങ്ങൾ തിരികെ എടുത്ത് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകുകയും 5000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK, കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന PV, പ്രേരക് പത്മജാസി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8610, പവന് 68,880 രൂപ, വെള്ളി 108 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. മലപ്പട്ടം കലുഷിതം. ഗാന്ധി ഛായാചിത്രം പോലും CPM-ന് അസഹിഷ്ണുതയുണ്ടാക്കുന്നതായി മാർട്ടിൻ ജോർജ്. മോദിയെ സന്തോഷിപ്പിക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം. ഗാന്ധി നിന്ദക്കെതിരെ ഉപവാസം നടത്തുമെന്ന് സംയുക്ത പത്രസമ്മേളനത്തിൽ മാർട്ടിൻ ജോർജും വിജിൻ മോഹനും. മലപ്പട്ടം വിഷയത്തിൽ പ്രതികരണവുമായി CPM. നടന്നത് ഗുണ്ടാ സംഘത്തിന്റെ തേർവാഴ്ചയെന്ന് KK രാഗേഷ്. ചെയ്യുന്ന പണിക്ക് മറുപടി നൽകാൻ അറിയാം. സമാധാനം നിലനിർത്തുക മാത്രമാണ് പാർട്ടി ലക്ഷ്യമെന്നും KK രാഗേഷ്. അഭ്യസ്ത വിദഗ്ധർക്ക് തൊഴിലവസരം ഒരുക്കി ചേംബർ തൊഴിൽമേള 17-ന് 1000-ലധികം പേർ പങ്കെടുക്കും. സ്പോട്ട് രജിസ്ട്രേഷനും സൗകര്യവും ഒരുക്കി അധികൃതർ. അവസരം നേടാൻ കഴിയാത്തവർക്ക് കോളേജ് ഓഫ് കൊമേഴ്സിന്റെ സൗജന്യ പരിശീലനവും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.